കേരള PSC ഇതുവരെ ആവർത്തിച്ച ചോദ്യങ്ങളാണ് ഈ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ദ കണ്ടക്ടർ ആസ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് ഡബിൾഡ്? കണ്ടക്ടറിൻ്റെ ഡയമീറ്റർ ഡബിൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഇൻക്രീസസ് ടു 2 ടൈംസ്, ഡിക്രീസസ് ടു 4 ടൈംസ്, ഡിക്രീസസ് ടു ഹാഫ് ഓഫ് ദ വാല്യൂ, നോ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട സൂത്രവാക്യമാണ് R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇവിടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയാമീറ്ററായിട്ട് ഡിപ്പെൻഡബിൾ ആണ്. അപ്പോൾ ഡയാമീറ്ററിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ഇവിടെ ഏരിയയിൽ ചേഞ്ച് വരും. അപ്പോൾ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയയാണ്. ഏരിയയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നാൽ റെസിസ്റ്റൻസിന് എന്ത് വരും? മാറ്റം വരും. അതുകൊണ്ട് 4ാമത്തെ ഓപ്ഷൻ ഇവിടെ ശരിക്കും ഇൻവാലിഡ് ആണ്, നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, അത് ഒഴിവാക്കാം. പിന്നെ അടുത്ത ഓപ്ഷനാണ് ഇൻക്രീസസ് 2 ടൈംസ്. ഇവിടെ 1ാമത്തെ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ, ഇൻക്രീസസ് 2 ടൈംസ് ആണ്. അപ്പോൾ ഇൻക്രീസ് ആവില്ല, കാരണം ഏരിയ ഇൻക്രീസ് ആണ് ചെയ്തത്. അപ്പോൾ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡിക്രീസ് എന്നുള്ള ഓപ്ഷൻ വരണം. അപ്പോൾ നമുക്ക് ഡിക്രീസ് എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് 2ഉം 3ഉം ആണ്. അപ്പോൾ നമുക്കിവിടെ ആകെയുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ലും 3ലും ഏതാണ് ശരിയായ ഉത്തരം എന്നാണ് നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് R1/R2 ഇസ് ഈക്വൽ ടു, ഇവിടെ R എന്ന് ഉദ്ദേശിക്കുന്നത് റെസിസ്റ്റൻസിനെയാണ്, R2 സ്ക്വയർ ബൈ R1 സ്ക്വയർ. ഇവിടെ സ്മോൾ r സൂചിപ്പിക്കുന്നത് റേഡിയസ് ആണ്. സ്മോൾ r സൂചിപ്പിക്കുന്നത് റേഡിയസ് ആണ്. ക്യാപിറ്റൽ R റെസിസ്റ്റൻസ് ആണ്. ഇവിടെ റേഡിയസ് ആണ് ഇക്വേഷൻ തന്നെ. അതിനെ നമുക്ക് ഡയാമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D/2 ആണ്, ഡയാമീറ്ററിൻ്റെ പകുതിയാണ്. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡയാമീറ്ററിൻ്റെ കേസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ വയർ എടുക്കുക. ആ വയറിൻ്റെ ക്രോസ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് R1 എന്ന് പേര് കൊടുക്കാം. ഇതിൻ്റെ ഡയാമീറ്ററാണിത്, അതിനെ നമുക്ക് D1 എന്ന് പേര് കൊടുക്കാം, ഡയാമീറ്റർ 1. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയാമീറ്ററിനെ ഡബിൾ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഫിഗർ ഒന്ന് മാറ്റി വരയാം. ഇതിൻ്റെ ഡയാമീറ്റർ ഡബിൾ ചെയ്തു, ഇരട്ടിപ്പിച്ചു. ഇതാണ് പുതിയ റെസിസ്റ്റൻസ് R2. അതിൻ്റെ ഡയാമീറ്ററാണ് D2. ഇനി നമുക്ക് ഇവിടെ D1 X ആണെങ്കിൽ D2 2X ആവും. നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ D2 സ്ക്വയർ ബൈ D1 സ്ക്വയർ എന്നാണ്. ഇവിടെ നമുക്ക് D2 എന്താണ് കിട്ടിയത്? 2X ആണ്. 2X സ്ക്വയർ ഡിവൈഡഡ് ബൈ X സ്ക്വയർ എന്ന് പറഞ്ഞു വരും. D1 X ആണ്, D2 2X ആണ്. 2X സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് 4X സ്ക്വയർ ബൈ X സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. അതായത് R1 ഡിവൈഡഡ് ബൈ R2 ഇസ് ഈക്വൽ ടു 4X സ്ക്വയർ ബൈ X സ്ക്വയർ. ഇതിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, R1/R2 is equal to 4. Therefore, R2 is equal to 1/4 times of R1. ഇതെന്ന് എന്താ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ്, രണ്ടാമത് നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് 4 ടൈംസ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. പഴയ റെസിസ്റ്റൻസിൻ്റെ 4 ടൈംസ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത സെഗ്മെൻറ്റിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.